പിടിക്കുക. അല്ല ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വണ്ടി ഉണ്ടോ എന്ന് നോക്കി ബാക്കിലോട്ട് പേടിച്ച് വണ്ടി വരുന്നുണ്ടോ എന്നുള്ള പേടിച്ച് പിന്നെ മാത്രം വണ്ടിയില്ല നമ്മുടെ വണ്ടി എടുക്കുക, ഗ്ലാസ്സിലോട്ട് നോക്കാതെ വണ്ടി എടുക്കുകയും ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു മെയിൻ റോഡിൽ നിന്നും റൈറ്റിലേക്കുള്ള ഒരു റോഡിലേക്ക് എങ്ങനെയാണ് സ്കൂട്ടി ഡ്രൈവ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് മെയിൻ റോഡിൽ നിന്നും നമ്മൾ റൈറ്റിലേക്കുള്ള ചെറിയ പോക്കറ്റ് റോഡിലേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റേണ്ടത്. തിരക്ക് കൂടുതലാണ്, അപ്പോൾ പോക്കറ്റ് റോഡിൽ കയറാൻ പ്രയാസമാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പലരും വന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് സ്ലോപ്പിലുള്ള കയറ്റം പോലുള്ള റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്നും റൈറ്റിലേക്കുള്ള റോഡ്, അതിലൂടെ എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിരപ്പായ ഒരു റോഡിൽ നിന്നും, മെയിൻ റോഡിൽ നിന്നും റൈറ്റിലേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇറക്കം മെയിൻ റോഡ്, അവിടെ നിന്ന് എങ്ങനെയാണ് കറക്റ്റായിട്ട് റൈറ്റിലേക്കുള്ള പോക്കറ്റ് റോഡിൽ കൂടെ കറക്റ്റായിട്ട് എടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കും ഇതുപോലെ പ്രയാസമാണ്, ഒരു മെയിൻ റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് കറക്റ്റായിട്ട് ഇറക്കേണ്ടത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ആദ്യം ഒരു വാഹനം ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ രണ്ട് രീതിയിൽ ഈ സ്കൂട്ടി ഞാനിതെടുത്ത് കാണിച്ചു തരും. എങ്ങനെയാണ് ശരിയായ രീതി എന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതായത് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യം കാണിച്ചത് എന്താണ്, നമ്മൾ ഈ സൈഡിൽ കൂടെ, അതായത് നമ്മുടെ സൈഡ് ഏതാ, ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വന്നിട്ട് നമ്മുടെ ഷോൾഡർ ചരിച്ച് എന്ത് ചെയ്തു, കാണത്തക്ക പോലെ നമ്മുടെ വാഹനം എന്ത് ചെയ്തു, മുന്നേ കൊണ്ട് നിർത്തി. അല്ലാതെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെയല്ല ചെയ്തു, നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഷോൾഡർ ചരിച്ച് നോക്കി. ആദ്യമേ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മിററിൽ നോക്കണം. ഏത് മിററിൽ, റൈറ്റ് സൈഡിലെ മിററിൽ നമ്മൾ നോക്കുക. പലരും എന്ത് ചെയ്യും, ഈ മിറർ വെച്ചുകൊണ്ട് പേടിച്ച് വണ്ടി ഉണ്ടോ പേടിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ വണ്ടി എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നത്. നിങ്ങൾ ആദ്യം വാഹനം കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് റൈറ്റ് തിരിയണമെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് തിരിയണമെന്നുണ്ടെങ്കിലും ഏത് സൈഡിലോട്ടാണ് നമ്മൾ തിരിയേണ്ടത്, ആ സൈഡിൽ എന്ത് ചെയ്യുക, മിറർ നമ്മൾ നോക്കുക. നമുക്കിപ്പോൾ റൈറ്റിലോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ മിററിൽ നോക്കുക, ബാക്കിൽ നിന്ന് വല്ലോ വണ്ടി വരുന്നുണ്ടോ എന്ന്. കാരണം നമ്മൾ ഈ ബാക്കിലോട്ട് നോക്കാതെ നമ്മൾ അങ്ങോട്ടോടെ വണ്ടി ഇല്ല, നമ്മൾ അങ്ങോട്ട് എടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ ഈ റൈസിൽ കൂടെ വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എടുക്കേണ്ടത്, നിങ്ങൾ ഈ മിററിനകത്ത് നോക്കിയിട്ട് വണ്ടിയില്ല അങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ട് നമ്മുടെ ആ മൂലയ്ക്ക് ചെന്ന് നമ്മുടെ ഷോൾഡർ ചരിച്ചത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നോക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ എത്തി നോക്കണ്ട. നമുക്ക് ഷോൾഡർ ചരിച്ച് കിട്ടത്തക്ക പോലെ ചരിച്ച് നോക്കി അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി, വണ്ടിയില്ല, ബാക്കിലും വണ്ടിയില്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവിടുന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ അവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി വാഹനമില്ല, നേരെ നോക്കി വാഹനമില്ല, മിററിൽ നോക്കിയാൽ വാഹനമില്ല എന്ന് കണ്ട് റൈറ്റ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി എന്ത് ചെയ്യുക, നമ്മൾ വണ്ടി എടുത്ത് ആ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. അല്ലാതെ ഞാൻ രണ്ടാമത് കാണിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇവിടെ നിന്ന് വരുന്ന വാഹനം രണ്ട് സൈഡിലും കാല് കുത്തി എന്ത് ചെയ്യരുത്, റോങ് സൈഡിലൂടെ കയറി എന്ത് ചെയ്യരുത്, അങ്ങനെ പോകാൻ ശ്രമിക്കരുത്. പലരും എന്ത് ചെയ്യുന്നത് ഇതുപോലാണ് ചെയ്യുന്നത്. നമുക്ക് പോകേണ്ട റോഡിലൂടെ പോകുമ്പോഴും അവിടെ നിന്ന് വരുന്ന വാഹനത്തിന്റെ സൈഡാണ് അത്. എല്ലാവരും എന്ത് ചെയ്യും, ഈ സൈഡിൽ കൂടെ ഞാൻ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടി വരുന്നുണ്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പേടി മാറത്തില്ല. നമുക്കൊരു വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പേടിയും കാരണം എന്താ, നമുക്ക് അങ്ങനെ നമ്മൾ നോക്കേണ്ടടുത്തോട്ട് നോക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ഒരു വണ്ടി കാണുമ്പോൾ പേടി വരുന്നത്. കാരണം നമ്മൾ ഞെട്ടലോടാണ്. ഒരു വണ്ടി അഥവാ കാണുമ്പോൾ എന്ത് ചെയ്യും,
നമ്മൾ ഞെട്ടലോടാണ് ആ വണ്ടിയെ നോക്കുന്നത്. അപ്പം ഞെട്ടലോട് ആ വണ്ടിയെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മറന്നു പോകും. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങനെ ആ ഒരു സൈഡിൽ കൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോകരുത്. ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനങ്ങൾ കൂടുന്ന സമയമായിരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ പ്രയാസം വരും. കാരണം ചിലപ്പോൾ നമുക്ക് പോക്കറ്റിലോട്ട് പോകേണ്ട ചിലപ്പം ഇറക്കത്തിലോട്ടായിരിക്കും. എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കയറ്റം കയറി വരുന്ന വാഹനം എന്ത് ചെയ്യും, അവർക്കും ഒരു പ്രയാസമാകും, നമുക്കും പ്രയാസമാകും. വണ്ടി ചിലപ്പം ചവിട്ടിയാൽ ചിലപ്പോൾ കിട്ടാതെ വരും. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിരപ്പത്തൂടായാലും ഇറക്കത്തൂടായാലും കയറ്റത്തൂടായാലും എങ്ങനെയായാലും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ടുള്ള റോഡിലേക്ക് കയറുമ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി നമുക്ക് വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് നമ്മൾ ബാക്കിലേക്ക് നോക്കി വണ്ടിയില്ല, ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലോട്ട് നോക്കി വണ്ടിയില്ല, മുന്നിലും വണ്ടിയില്ല, അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാവും, നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് ആ റോഡിൻ്റെ നമുക്ക് പോകേണ്ട റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാവൂ. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ വണ്ടി ഓടിക്കുക. അല്ല ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വണ്ടിയുണ്ടോ എന്ന് നോക്കി ബാക്കിലോട്ട് പേടിച്ച് വണ്ടി വരുന്നുണ്ടോ എന്നുള്ള പേടിച്ച് മുന്നേ മാത്രം വണ്ടി ഇല്ലാന്നുകൊണ്ട് വണ്ടി എടുക്കുക, ഗ്ലാസ്സിലോട്ട് നോക്കാതെ വണ്ടി എടുക്കുകയും ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അങ്ങോട്ട് കയറേണ്ട പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ കയറേണ്ടതായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കയറി ആ റോഡിൽ ആ റൈറ്റിലോട്ട് എന്ത് ചെയ്യരുത്, നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോയി റോങ് ആയിട്ട് കയറുകയും ചെയ്യരുത്. അപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.